ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് മൈസൂരാണ്. മൈസൂർ ഉമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ മോൾ, അതായത് ഇവരെ കസിൻ്റെ കല്യാണമാണ്. അപ്പം ഞാനിതുവരെ മൈസൂർ കല്യാണത്തിന് കൂടിയിട്ടില്ല. നമ്മുടെ പോലെയല്ല, കുറേ വെറൈറ്റി ചടങ്ങുകളാണ് അവർക്കുള്ളതെന്നാണ് പറയണേ. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴിക്ക് കാണാം. ഇപ്പോൾ സമയം എത്രയായി? 6 മണിയാവാനായി. 6 മണി കറക്റ്റ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ബത്തേരി നിന്ന് മുത്തങ്ങ വഴി നഞ്ചങ്കോടാണ് പോകുന്നത്. ഊട്ടിയിലേക്ക് ഒരു യാത്ര. മസനഗുടി വഴിയല്ല, നമ്മൾ മുത്തങ്ങ വഴി നേരെ നഞ്ചങ്കോട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്ക് പോണ വഴിക്ക് അങ്ങനെ കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കാക്കുൻ്റെ ഇത്തായും അളിയനും വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ വന്ന് നമ്മൾ പുറപ്പെടും. ഉമ്മച്ചി അല്ലു അവിടെ നിൽക്കുന്നുണ്ട്. ഉമ്മച്ചി അല്ലും ഇതോ അപ്പം അങ്ങനെ നമ്മൾ വടുവഞ്ചാൽ എത്തിട്ടോ. വടുവഞ്ചാലിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അളിയനാണ് ഡ്രൈവ് ചെയ്യണേ. അമ്ലു പുറത്തേക്ക് തലയൊക്കെ ഇട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുക. അമ്ലു ഇത്താടെ കുട്ടിയാട്ടോ, ഇത്താടെ ചെറുത്. ലിച്ചുവിനെ ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും. ലിച്ചുവിൻ്റെ ഇളയ മോനാണ് അമ്ലു. ഭയങ്കര കുറുമ്പനാണ് കേട്ടോ. അപ്പോൾ മാമി എന്തിനാ ഫോട്ടോ എടുക്കണേ, എന്നെ ഫോട്ടോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുള്ള കുറുമ്പിലാണ് ഓൻ അങ്ങനെ ഇരിക്കണേ. ഭയങ്കര കുറുമ്പനാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ബത്തേരി എത്തി. അപ്പോൾ നമ്മൾ രാവിലെ ഓട്സ് മാത്രമേ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റും കൂടെ തപ്പുന്നുണ്ട് ബത്തേരിയിൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബത്തേരി കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അളിയൻ പറയുന്നുണ്ട് എനിക്ക് ഫുഡ് മാത്രമാണ് മെയിൻ എന്നൊക്കെ. അങ്ങനെ അതെവിടെ പോയാലും അങ്ങനെ കേട്ടോ. അളിയൻ ഇങ്ങനെ ഫുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കളിയാക്കും. പിന്നെ ഫുഡില്ലാതെ പറ്റുമല്ലേ നമുക്ക്. അല്ലോ ഉറങ്ങുക കേട്ടോ. അങ്ങനെ നമ്മളിതാ സാഗർ ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി പോവാണ്. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല. നല്ല ഫുഡായാൽ മതിയായിരുന്നു. കാരണം മൈസൂരത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല ആദ്യമേ കഴിച്ചു പോയി. നമ്മൾ വീണ്ടും കാറ് കയറി. അപ്പോൾ അല്ലു ഇപ്പോൾ ഒറ്റയ്ക്ക് കൈ കൊണ്ട് പാലൊക്കെ കുടിക്കാൻ തുടങ്ങി കേട്ടോ. വലിയ കുട്ടിയായി. അപ്പോൾ നമ്മൾ ഏകദേശം മുത്തങ്ങ എത്തി. മുത്തങ്ങ കൂടെ പോവാണ്. അപ്പോൾ ഇവിടെയുള്ള ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. അപ്പോൾ എന്താ മൃഗങ്ങളെ കാണാത്തതെന്നാണ് അമ്ലുവിൻ്റെ ഡൗട്ട്. അപ്പോൾ ഒരു മെയിനായിട്ട് സിനിമ കാണാനുള്ള ഫോക്കസിങ്ങിലാണ് കേട്ടോ. പക്ഷേ മൃഗങ്ങളൊക്കെ രാവിലെ തന്നെയല്ലേ, ഉറങ്ങിക്കിടക്കുകയായിരിക്കും. ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ടാവും നമ്മളിവിടെ എത്തുമ്പോൾ. അപ്പോൾ മൃഗങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. അപ്പോൾ അമ്ലുവിന് വിഷമം മൃഗങ്ങളെ കാണാത്തതാണ്, അളിയനിക്ക് മൂവി കാണാത്തതും. അപ്പോൾ അതിൻ്റേതായ ചർച്ചകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോണേ. പക്ഷെ ഒറ്റ മൃഗത്തിനെ പോലെ നമ്മൾ കാണുന്നില്ലല്ലോ. അൽഹംദുലില്ലാ. അങ്ങനെ ഫൈനലി കല്യാണ വീട്ടിലെത്തിട്ടോ, നെഞ്ചങ്കോട്. ഇപ്പോൾ എല്ലാവരും കുടുംബക്കാരെയൊക്കെ പരിചയം. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മച്ചിൻ്റെ അനിയത്തി എന്ന് പറയണേ. അപ്പോൾ ലിച്ചുവിനോടും അമ്ലുവിനോടൊക്കെ ഞാൻ ഒരുപാട് ഹായ് പറയാനുണ്ട്. അപ്പോൾ ഓരിങ്ങനെ കളിക്കുക. ഇതാണ് കേട്ടോ ഏകദേശം ഹോളിൻ്റെ ഒക്കെ ഒരു സെറ്റിങ്. എന്നിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ, അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ഉണ്ട്. ചെറിയ കല്യാണമാണ്, അത്ര വലിയ. പിന്നെ നമ്മളവിടെ പോയപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്ന ഫുഡാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാക്കുവിനോട് ചോദിക്കുക എങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ എനിക്കിഷ്ടമായിട്ടോ. നെയ്ച്ചോറ്, പിന്നെ ഗുലാബ് ജാമുന്, പിന്നെ എന്തൊക്കെയോ കേസരി പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു തന്നിരുന്നത്. ഗുലാബ് ജാമുനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയായിരുന്നു കേട്ടോ. ഗുലാബ് ജാമുന്, ചിക്കൻ കറി, പിന്നെ ഇതങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഇവർ നിക്കാഹിന് വേണ്ടി പോയിക്കുക. അപ്പോൾ ചെക്കനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അധികം നമ്മൾ അറിയണ ഫാമിലിനെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചെക്കന് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, നിക്കാഹ് കഴിഞ്ഞ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരെ ചടങ്ങ്. മൈസൂരിലെ കല്യാണത്തിൻ്റെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ചെക്കൻ നിക്കാഹ് കഴിഞ്ഞ് വരുന്നവരെ പെണ്ണിങ്ങനെ പഞ്ചസാരേൻ്റെ ഉള്ളിൽ കൈ വെച്ചിട്ടിരിക്കുക. അങ്ങനെ ഇങ്ങനെ പഞ്ചസാരൻ്റെ ഉള്ളിൽ കൈ വെച്ചിരിക്കുക. അടുത്ത് ഇങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ചടങ്ങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ. അപ്പോൾ അതൊക്കെ ബ്രൈഡിൻ്റെ, അതായത് ചെക്കൻ്റെ വീട്ടിലത്തെ ആൾക്കാരാണ്. ഒരു സ്റ്റേജിൽ ഇങ്ങനെ ചെക്കനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ചെക്കൻ റീച്ചായി. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒരു മൈസൂർ കല്യാണം. അങ്ങനെ ഞാൻ പിന്നെ ചെക്കനൊക്കെ വന്നപ്പോൾ
വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടുക കേട്ടോ. അവിടെ ക്യാമറാമാനും പിന്നെ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരും മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഞാൻ എന്താ അതിൻ്റെ ഉള്ളിൽ പോയി കാട്ടുകയെന്ന്. ഞാൻ നുഴഞ്ഞൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷേ കണ്ടില്ലേ ഗൈസ്, ഫ്രണ്ടിൽ തന്നെ ആൾക്കാർ നിന്നിട്ട് ഒരു മഹറിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റേജിലോട്ട് കയറാമെന്ന് വിചാരിച്ച് അടി വല്ലതും കിട്ടുമോ. ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള സംഗതിയിൽ നമ്മൾ കയറിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അറിയില്ല. അത് അപ്പോൾ അവരിങ്ങനെ തലയിലൊക്കെ കൈവച്ച് എന്തെല്ലോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് അവർ മഹറിട്ടുന്നതാണ് കേട്ടോ അവരുടെ ചടങ്ങ്. അപ്പോൾ മഹറിടാനുള്ള പുറപ്പാടാന്ന് തോന്നുന്നു. അപ്പോൾ അത് അവരെന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് അവർ മഹർ കെട്ടിട്ടോ. അയ്യോ, മഹർ കെട്ടുമ്പോഴും ഇതാ ക്യാമറാമാൻ, ഒറിജിനൽ ക്യാമറാമാൻ മുന്നിൽ കിടന്ന് കളിക്കൊക്കെ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ക്യാമറക്കും ശരിക്കും ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയിൽ നുഴഞ്ഞ് ഇനി ഞാൻ സ്റ്റേജിൽ തന്നെ കയറി പോകേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് കയറി നോക്കാം. അങ്ങനെ അത് അവർ മഹർ എന്ന് പറയുന്നത് അവർക്ക് മോതിരാണ്, താലി എന്ന് പറയുന്നത് മാല, അങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ കേട്ടത്. എനിക്കറിയില്ല. അങ്ങനെ അവർക്ക് 2 ഇതാണ്. ഞാൻ നുഴഞ്ഞ് ക്യാമറാമാൻ്റെ മേലെ കൂടെ ഞാൻ കയറി ഫോട്ടോ എടുത്തു, അല്ല വീഡിയോ എടുത്ത്. നമുക്കങ്ങനെയാണല്ലോ, നമ്മളങ്ങനെ എടുക്കണമല്ലോ. അപ്പോൾ അത് അവരിങ്ങനെ മെഹറൊക്കെ ഇട്ട് അപ്പോൾ അത് അവർക്ക് കൊള്ളുന്നില്ല. അപ്പോൾ ഏത് വിരലിലാണ് അത് അഡ്ജസ്റ്റ് ആവുക എന്നൊക്കെ ഇങ്ങനെ അവരുടെ ഫാമിലിയിലുള്ളവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതാ അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ക്യാമറമാൻ അടക്കുന്ന തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കിട്ടും പെണ്ണേ, ഇടയിൽ കയറി ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തി ഇല്ലേന്നായിരിക്കും ഇവർ ഉദ്ദേശിക്കണേ. പക്ഷെ വാട്ടോ, ഞങ്ങൾക്ക് എടുത്തല്ലേ പറ്റൂ. നിങ്ങൾക്കും കൂടെ കാണണ്ടേ കല്യാണം. അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നുഴഞ്ഞ് കയറി എടുക്കണേ. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനത്തെ അവർ മഹർ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫോട്ടോയിലോട്ട് പോസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ക്യാമറമാൻ. അപ്പോൾ അങ്ങനെ അവർ പോസായി നിൽക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ അവർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇനി അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റെഡിയാവുക. അപ്പം ഞാനും അതൊരു ഫോട്ടോയാക്കിയിട്ടും എടുത്തു, അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടും അങ്ങനെ എടുത്തു കേട്ടോ. നിങ്ങൾ കണ്ടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ മുഖമൊക്കെ മറക്കണം അവർക്ക്, ഇങ്ങനെ മുഖമൊക്കെ ഫുള്ളായിട്ട്. പിന്നെ ഈ ചെക്കൻ്റെ തലയിൽ നിന്ന് കണ്ടങ്ങനെ ഒരു ഫ്ലവറിൻ്റെ സംഭവം വരുന്നത്, അത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി. നിക്കാഹിന് പോകുമ്പോൾ ചെക്കൻ ഇങ്ങനെ ഇട്ടിട്ട് പോകലാണ്, ഇങ്ങനെയാണ് പോകണത് നമ്മൾ കണ്ടത് കേട്ടോ. അങ്ങനെ അത് ഏകദേശം കാലിൻ്റെ അവിടെ വരെ ഉണ്ട്. അതായത് ഒറിജിനൽ ഫ്ലവേഴ്സും അതിൻ്റെ ഇടയ്ക്ക് ഫേക്കായിട്ടുള്ള ഈ സ്വീക്കൻസ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം, ഒരു തൊപ്പി പോലെയൊക്കെ ലൈക്ക് അങ്ങനെയൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവരുടെ കല്യാണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വാട്സപ്പ് മട്ടൻ ബിരിയാണി, പിന്നെ തന്നെ പിന്നെ അതിൻ്റെ പുറമെ ഫിഷ്, പിന്നെ മട്ടൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അങ്ങനെ എന്തോ വിഷക്കണമുണ്ട്, കഴിക്കണം അങ്ങനെ കഴിച്ചത് കേട്ടോ. അപ്പോൾ മാമയൊക്കെ നല്ല അടി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. കുതിരയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഭയങ്കര ചൂടായ കൊണ്ട് ഫോട്ടോ ഒക്കെ കുറച്ച് മിഠായിയൊക്കെ മേടിക്കാൻ നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ അങ്ങനെയാണെങ്കിൽ മിഠായിയൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ അതാ ഈ ആൽമരമാണ് കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഒരു പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. അതെല്ലാവരും മിസ് ചെയ്യാതെ കാണാം കേട്ടോ.